കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിച്ചു. സിജു കണ്ണൻ ചേർന്ന് വിശദാംശങ്ങളുമായി. സിജു, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാമെന്ന പ്രതീക്ഷയാണോ? ബിനിഷ, ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ച തെരച്ചിലിനായി സജ്ജമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന്റെ 500 മീറ്റർ മാറിയാണ് ഡ്രഡ്ജർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തേക്ക് മാറാനാണ് തീരുമാനം. നേരത്തെ ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഉടമ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. 1 മണിയോടുകൂടി അവിടെ ഡ്രഡ്ജർ എത്തിച്ച് ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അധികൃതരുടെ ഒരു നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഡ്രഡ്ജിംഗ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 ദിവസമാണ് ഇപ്പോൾ ഇവരുമായി കരാറുള്ളത്. 3 ദിവസം പരിശോധന നടത്തുക, അതിനുശേഷം ആവശ്യമാണെങ്കിൽ നീട്ടാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് വേണ്ടി ഡ്രഡ്ജർ ഇവിടെ സജ്ജമായി കഴിഞ്ഞു. അല്പസമയത്തിനകം അപകടം നടന്ന സ്ഥലത്തേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് 500 മീറ്റർ മാറിയാണ് അപകടം നടന്ന സ്ഥലത്ത് പുഴയുടെ മധ്യഭാഗത്ത് വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അതിനും ദേശീയപാതയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നേരത്തെ നാവികസേന സോണാർ പരിശോധന നടത്തിക്കൊണ്ട് മെറ്റൽ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ആ സ്ഥലത്ത് പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനം. ആ ഭാഗത്തെ മണ്ണും മരത്തടിയും അതോടൊപ്പം തന്നെ എല്ലാം നീക്കം ചെയ്യും. നേരത്തെ ഈശ്വർ മാൽപ്പയെ മുങ്ങി പരിശോധന നടത്തിയ സമയത്ത് ഈ സ്ഥലത്ത് വലിയ തോതിൽ മണ്ണും മരങ്ങളും പാറക്കല്ലുകളും എല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ആ സ്ഥലത്ത് മണ്ണും ഇതെല്ലാം തന്നെ നീക്കം ചെയ്യുകയാണ് ലക്ഷ്യം. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം കളക്ടർ എത്തി ഉടൻ തന്നെ ഈ തെരച്ചിൽ നടത്തുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വിനിഷ. ശരി, സിജു കണ്ണനാണ് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.